ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹെയർ കെയറിങ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഒരു ദിവസം, ഞങ്ങളുടെ രണ്ടാളുടെയും, എൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും കൂടി ഒരു ദിവസമാണ്. ഒരു ദിവസമില്ല, ഒരു ഹാഫ് ഡേ എന്ന് പറയാം. അപ്പോൾ ഉച്ചവരെയുള്ള കാര്യങ്ങൾ അത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളതെന്ന് പറയുന്നത്. രാവിലെ എന്ന് വെച്ചാൽ അതിരാവിലെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എണീറ്റ സമയം, പ്രത്യേകിച്ച് ഞാൻ എണീറ്റ സമയം, അപ്പോൾ സാധാ എൻ്റെ കൂടൊപ്പം ഞാനിപ്പോൾ രാവിലെ എണീക്കുകയാണെങ്കിൽ രാവിലെ അവൾ എൻ്റെ കൂടെ എണീക്കും. ആണോ എണീക്കണേ ആ നേരമാണ് അവളുടെ എണീറ്റുകൊണ്ടിരുന്നത് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ആൾ എൻ്റെ കൂടെ എണീറ്റിട്ടില്ല, ഉറക്കമാണ്. അപ്പം ഞാൻ ഇച്ചിരി നേരത്തെ എണീറ്റു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റു കേട്ടോ. ഞാൻ എണീറ്റു കേട്ടോ. അപ്പോൾ എണീറ്റ് തലേനെയൊക്കെ പറക്കി സൈഡിലെല്ലാം വെച്ച് അല്ലെങ്കിൽ ആളെങ്കിൽ ചാടിക്കളയും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടക്കുമെന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിട്ടാണ് ഇപ്പോൾ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ രാത്രി ഞങ്ങൾ ഉറങ്ങുന്നത് ഓരോ ദിവസവും പല ടൈമിലാണ് കേട്ടോ. ചിലപ്പം രാത്രി ഫുൾ ടൈം അവൾ ഉറങ്ങില്ല, അല്ലെങ്കിൽ ലേറ്റായിട്ട് ഉറങ്ങും, ഒരു 12, 1 മണി, 2 മണി, അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഉറങ്ങും. അങ്ങനെയൊക്കെയാണ്, പല പല ടൈമിലാണ് ഓരോ ദിവസം ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ പല പല ടൈമിലാണ് എണീക്കുന്നത്. ചില ദിവസം 5 മണിക്കൊക്കെ എണീക്കും, ചില ദിവസം ലേറ്റായിട്ട് എണീക്കും, ചില ദിവസം 8 മണി, 9 മണിക്കൊക്കെയാണ് എണീക്കാറ് കേട്ടോ. അപ്പോൾ ഇപ്പം എത്ര മണിയായി എന്ന് പറയാം, 8 മണിയാണ് ഇപ്പോഴത്തെ ടൈമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങിയാണ് കേട്ടോ. അപ്പം ഞാൻ എണീറ്റ് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയ സമയത്ത് അവൾ അന്നേരം തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ കട തുറന്നിട്ടില്ല, ഞങ്ങൾക്കൊരു സ്റ്റേഷനറി കടയുണ്ട്. അപ്പോൾ അച്ഛൻ വീടിനോട് ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അത് തുറന്നില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ പോയ നേരത്തിന് അച്ഛനാണ് കേട്ടോ അവളെ എടുത്തുകൊണ്ട് നടന്നത്. അപ്പോൾ അച്ഛൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യില്ല, അപ്പോൾ ഒന്ന് ഇച്ചിരി വൃത്തിക്കൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് രാവിലെ എൻ്റെ ഫേസ് വാഷൊക്കെ എടുത്തിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നിട്ട് ഇതൊന്നും വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല, അതേപോലെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ആ ഒരു കോലമാണ് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്കൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ കൂറക്കോലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ആണ്, പോർ ക്ലെൻസിങ് ഫേസ് വാഷാണ്. അപ്പം സാധാരണ ഞാൻ മുന്നേ ഫേസ് വാഷൊന്നും യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. അപ്പം ഞാൻ എന്താണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ സോപ്പായിരിക്കും, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, പയർപൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട്, ഡെലിവറി ബാഗ് പാക്കിംഗ് ഉണ്ടല്ലോ അതിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഫേസ് വാഷൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി സുന്ദരിയായി ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഫേസ് വാഷൊക്കെ വാങ്ങി കൊണ്ടുപോയത് കേട്ടോ. സംഭവം അവിടെ ചെന്നിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പം നന്നായിട്ട് ഫേസൊക്കെ ക്ലീൻ ചെയ്തു. ക്യാമറയിൽ കാണുമ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ തലേ ദിവസം ഇട്ട ആ ഒരു പൊട്ട് മാത്രം അത്ര നന്നായിട്ട് അങ്ങോട്ട് പോയില്ല കേട്ടോ. ഐലൈനർ വെച്ചിട്ട് തൊട്ട പൊട്ടാണ്. സാധാരണ ഞാൻ ഫേസ് വാഷൊന്നും ഉപയോഗിക്കാറില്ല, ഫേസ് അങ്ങനെ രാവിലെ എണീറ്റ് വന്നാൽ കഴുകാറൊന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ എന്നും ഞാൻ എണീറ്റ് വരുമ്പോൾ അമ്മയാണ് അവളെ കുറച്ച് നേരം നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അമ്മ അടുക്കളയിൽ നല്ല തിരക്ക് പിടിച്ച സമയമായതുകൊണ്ട് അച്ഛനുണ്ടായിരുന്നുകൊണ്ട് അച്ഛനാണ് അവളെ ഏറ്റെടുത്തത് കേട്ടോ. അപ്പം എന്തേ രണ്ടാളും കൂടി ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അപ്പൂപ്പനെയാണ്, അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും അത്ര വലിയ പ്രോബ്ലം ഇല്ല കേട്ടോ. ആൾ അച്ഛൻ്റെ കയ്യിൽ അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ പോയി കേട്ടോ. അപ്പം അവിടെ അവളുടെ ഒരു സ്ഥിരം ഏരിയ ആണ് കേട്ടോ ഇത്. കുറച്ച് കളിപ്പാട്ടങ്ങളും ഇവിടെ കിടത്തിയിട്ടാണ് ആളെ എണ്ണ തേച്ചിടുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത്, ഇത് അടുക്കളയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കട്ടിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് ആളെ അതിനകത്ത് എണ്ണ തേച്ചിടുകയാണ് എന്നും ചെയ്യാറ്. അപ്പം രാവിലെ ഇതേ അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പുട്ടും പപ്പടമാണ് കേട്ടോ കാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവൾ അവിടെ കിടന്ന് കളിക്കും കേട്ടോ. അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട്, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട്. അവിടെ നിന്നൊരു ഡോറുണ്ട്, അപ്പോൾ ആ പുറത്തേക്ക് നോക്കിയാൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കണ്ടിങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് താഴോട്ട് ഇടുക, നമ്മളെ കൊണ്ട് എടുപ്പിക്കുക. അത് തന്നെ അവളുടെ ഏറ്റവും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അതാണ് കേട്ടോ. തലമുട്ടുവേ
അപ്പോൾ എടുത്ത് കളയക്കുമാണ് ഞങ്ങളുടെ പരിപാടി. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ ഇത്തിരി നേരം കിടന്നു കഴിഞ്ഞാൽ ആൾ ടെററാവും. അപ്പോൾ അതിന് മുന്നേ എണ്ണയൊക്കെ തേപ്പിച്ച് ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഇപ്പം എണ്ണ തേപ്പിക്കാനൊന്നും ഒട്ടും സമ്മതിക്കത്തില്ല. നേരത്തെയൊക്കെ കുറേ നേരം കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആൾ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ഒട്ടും കിടക്കത്തില്ല. അപ്പം എന്ത് ചെയ്യും, ഞങ്ങൾ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു നോക്കി. ആളൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ക്രിസ്മസ് പപ്പയുടെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് അതിന് ഞാൻ അവളുടെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഉടുപ്പൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് അതൊക്കെ വലിച്ചു വലിച്ച് കളഞ്ഞു. പാവമല്ലേ. ഇതേ ഉടുപ്പ് ഞാൻ ഇട്ട് കൊടുത്തത് അവളെടുത്ത് വെച്ചിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങളിപ്പോൾ കുളിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പുറത്ത് കിടന്നാൽ നന്നായിട്ട് കാറ്റും അതുപോലെ തന്നെ മുകളിൽ നോക്കിയാലും മാവാണ് കേട്ടോ. അപ്പോൾ മാവിൻ്റെ തണലുണ്ട്. അപ്പോൾ മാവിൽ നിറച്ച് കാക്കകളൊക്കെ വന്നിരിക്കും. അപ്പോൾ ആൾക്ക് ഇവിടെ കിടന്ന് കുളിക്കാനായിട്ട് രസമാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഭയങ്കര ബഹളമായിരിക്കും. പക്ഷെ കുളിക്കണത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുളിക്കുന്നത് ഇപ്പോൾ എത്ര രാവിലെ കൊണ്ടുപോയി കുളിപ്പിച്ചാലും എത്ര നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ചാലും ആൾക്കൊരു പ്രശ്നമില്ല. കുളിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ. കണ്ടില്ലേ മാവ്. അപ്പോൾ ഈ മാവിൻ്റെ തണലിലാണ് കേട്ടോ ഞങ്ങൾ കിടന്ന് കുളിക്കുന്നത്. ഞങ്ങളുടെ കുളി ഏരിയ എന്ന് പറയുന്നത്. അപ്പം എന്തേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത ആളെ ഒന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉടുപ്പിടുന്നതും അതുപോലെ തന്നെ മേക്കപ്പ് ഇടുന്നതും ഭയങ്കര ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അത് രണ്ടും എന്ന് പറയുന്നത്. അതിനൊട്ടും സമ്മതിക്കില്ല. അതിൻ്റെ ഒരു യുദ്ധമാണ് യുദ്ധമാണ് കേട്ടോ. പൊന്നിന്തിന് കരയുന്നേ? കരയില്ലേ? പൊന്ന് കരയുള്ളു. പൊന്ന് കരയുള്ള നമ്മളെ കണ്ണാടി കാണിച്ചു. നമ്മളെ കണ്ണാടി കാണിച്ചു. അയ്യോ അങ്ങനെ അവിടുത്തെ താക്കോലൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കയ്യിൽ പിടിക്കാനോ അല്ലെങ്കിൽ കടിക്കാനോ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ മേലായിരിക്കും. അതുകൊണ്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധ പോവാത്തതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അനങ്ങാണ്ടിരിക്കും. ഇനി ഞങ്ങളുടെ ബാക്കി വീഡിയോ, അതായത് മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഞങ്ങളുടെ ആയുധം വേണം. അപ്പം ഞങ്ങളുടെ ആയുധം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ഷൂട്ടിംഗ് ഏരിയ എന്ന് പറയുന്നത്.
കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആയുധമായിട്ട് പോവുകയാണ് കേട്ടോ. ഇനിയാണ് ഞങ്ങളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൺമഷി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ കൺമഷിയാണ് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 4ാം മാസത്തിൽ ഉണ്ടാക്കി വെച്ചതാണ് ഈ ഒരു കൺമഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇവൾ ജനിച്ചപ്പോൾ മുതൽ ഇവൾക്ക് കണ്ണൊക്കെ എഴുതി തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ ഈ ഒരു കൺമഷി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൺമഷിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്നെ മാത്രമേ കാണുന്നുള്ളൂ, അവളെ കാണുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അങ്ങനെ മേക്കപ്പ് കൂടിപ്പോയോ ചേട്ടാ എന്ന് ചോദിക്കണ പോലെ ഞങ്ങളുടെ മേക്കപ്പ് ഇത്തിരി കൂടിപ്പോയി കേട്ടോ. അപ്പം പിരികം വരച്ചത് ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം സമയം 10:30 കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ആളെ മേക്കപ്പ് ചെയ്തു, അതെല്ലാം കഴിഞ്ഞു, അവൾക്ക് ഫുഡ് കൊടുത്തു. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കുന്നത് ഇത്തിരി സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും 10:30 മണിയായി. അപ്പോൾ ഇനിയാണ് ഞാൻ പല്ലേക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ. 10:30, 11 മണി അല്ലെങ്കിൽ 10 മണി ഈ ഒരു ഇടയ്ക്കായിരിക്കും. അപ്പം എൻ്റെ അമ്മയോടെ പാചകത്തിലുണ്ട്. അപ്പോൾ ലേറ്റായി കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ. നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് ഫുഡ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വയറ് വിശന്ന് അങ്ങനെ ഒത്തിരി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ വാക്കറിലാക്കി. അപ്പോൾ ഈ ഒരു വാക്കർ എന്ന് പറയുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ, കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവരതിനകത്ത് ഇരുത്തിയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഒത്തിരി സമയമൊന്നും അവളെ അതിനകത്ത് ഇരുത്തത്തില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. ചിലരൊക്കെ കമൻറ്റിൽ ഇങ്ങനെ ചിലരുടെയൊക്കെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റിൽ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കാല് വളയാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കും പേടിയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും എനിക്ക് അത്യാവശ്യ സിറ്റുവേഷൻസിൽ അവളെ അങ്ങോട്ട് ഇരുത്തണമെന്ന് വെച്ചാൽ മാത്രമാണ് കേട്ടോ ഈ ഒരു വാക്കറിനകത്ത് ഇരുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവള് റൂമിലൊക്കെ പോയി, ഈ ഒരു വാക്കറിനകത്ത് റൂമിലൊക്കെ പോയി കറങ്ങി അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് വന്നത് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. പറക്കിക്കൊണ്ട് വന്നത് കടിച്ചല്ലേ.
അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. പുട്ടും പപ്പടമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉറങ്ങാനുള്ള പ്ലാനാണെന്നൊക്കെ തോന്നും. ചില ദിവസങ്ങളിൽ മാത്രമേ അവൾ പകൽ ഉറങ്ങാറുള്ളൂ, ചില ദിവസങ്ങളിൽ ഒട്ടുമേ ഉറങ്ങില്ല. ചില ദിവസം അരമണിക്കൂർ ഉറങ്ങും, ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങും. അങ്ങനെ ഓരോ ദിവസങ്ങളും വ്യത്യസ്തമാണ്. ഉറങ്ങുമോ ഉറങ്ങത്തില്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്നും കിടക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇന്ന് എൻ്റെ ഭാഗ്യത്തിന് രാവിലെ തന്നെ ആൾ ഉറങ്ങിയിട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആയിട്ടാണ് ഉറങ്ങുന്നത്, ചില ദിവസം ഉറങ്ങത്തേയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഉറങ്ങി. അപ്പോൾ ഇനി വേണം എനിക്ക് എൻ്റെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ചില ദിവസം ഞാൻ ഉറക്കി കിടത്തി ഞാനങ്ങോട്ട് വെളിയിലോട്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവൾ ഉണർന്നിട്ടുണ്ടാകും. അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിനി എൻ്റെ ജോലികൾക്കായിട്ട് പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അവളുടെ ഉടുപ്പുകളൊക്കെ കഴുകാനുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സ്, അത് കഴിഞ്ഞ് കുളിക്കണം. പിന്നെ കുറച്ച് പരിപാടികൾ, വീഡിയോസിൻ്റെ പരിപാടികൾ നോക്കണം. അങ്ങനെ എല്ലാ പരിപാടികളും ചിലപ്പോൾ ഇവളി ഉറങ്ങുന്ന അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ ഒക്കെ ആയിരിക്കും എനിക്ക് പകൽ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി എപ്പോഴാണോ അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കമൊഴിച്ചിരുന്ന് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. സോ ഇപ്പം 12:30 ആയപ്പോഴത്തേക്കും ആൾ ഉറങ്ങിയിട്ടോ. അപ്പോൾ ഇത് ഞങ്ങളാണ്. അപ്പോൾ ഇത് അവളുടെ മുട്ടയടിക്കുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ആളെ മുട്ടയടിക്കുന്നതിൻ്റെ തലേ ദിവസം പെട്ടെന്ന് പോയിട്ട് എടുത്തൊരു പിക്കാണ്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയൊന്നും എടുക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീർക്കണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ.